നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മലയാള സാഹിത്യകാരനെ പറ്റിയാണ്. പുതുയുഗത്തിലെ കുഞ്ചൻ നമ്പ്യാർ എന്ന വിശേഷണത്തിലൊക്കെ അറിയപ്പെട്ടിരുന്ന സാക്ഷാൽ VKN എന്ന ആ മൂന്നക്ഷരത്തിൽ സാഹിത്യലോകത്ത് അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വടക്കേക്കൂട്ടാലെ നാരായണൻകുട്ടി നായർ എന്നാണ്. തിരുവല്വാമല എന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച് പിന്നീട് 1959 മുതൽ 69 വരെയുള്ള 10 വർഷത്തെ കാലഘട്ടം നമ്മുടെ ഭരണത്തിന് സ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ പത്രപ്രവർത്തകനായി സേവനമനുഷ്ഠിക്കുകയും ആ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വളരെ പ്രശസ്തമായ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പരിഹാസ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ പിതാമഹൻ, അതുപോലെ ആരോഹണം, പയ്യൻ കഥകൾ, സിൻഡിക്കേറ്റ് മുതലായവ. നോവലുകൾ മാത്രമല്ല, വളരെ പ്രശസ്തമായ ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തേക്ക് എത്തുന്നത്. 1990കളുടെ ആദ്യ പകുതിയിൽ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു രചന വന്നിരുന്നു. നെയ്യപ്പം എന്നായിരുന്നു അതിൻ്റെ പേര്. വളരെ രസകരമായ ഒരു ചെറിയ ഹാസ്യകഥ. ആ കഥ വായിച്ചതിൽ പിന്നെയാണ് ശരിക്കും ഞാൻ VKN എന്ന വ്യക്തിയുടെ സാഹിത്യം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പിന്നീട് പുസ്തകങ്ങൾ 1990കളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും വായിച്ചു. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിതാമഹൻ, പയ്യൻ കഥകൾ, ആരോഹണം, സിൻഡിക്കേറ്റ് മുതലായവ. ഇതിൽ പയ്യൻ കഥകൾ, ആരോഹണം, സിൻഡിക്കേറ്റ് എന്നിവ അദ്ദേഹം സൃഷ്ടിച്ച വളരെ പ്രശസ്തമായ പയ്യൻ എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. പയ്യൻ യഥാർത്ഥത്തിൽ VKN തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് VKN 10 വർഷത്തോളം ഡൽഹിയിൽ പത്രപ്രവർത്തകനായി ചെലവിട്ടു. അദ്ദേഹം സൃഷ്ടിച്ച പയ്യൻ എന്ന കഥാപാത്രവും ഡൽഹിയിൽ വളരെ ചെറുപ്പത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് എത്തുകയാണ്. പ്രത്യേകിച്ച് കയ്യിൽ പൈസയോ സ്വാധീനമോ ഒന്നുമില്ല. പക്ഷേ ആകെ കൈമുതലായിട്ടുള്ളത് വളരെ മനോഹരമായ ഇംഗ്ലീഷ് പരിജ്ഞാനവും പിന്നെ സ്വന്തം തൻ്റെ ഇടവും ആത്മവിശ്വാസവും. ഈ 2 കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം പതിയെ സക്സസിൻ്റെ പടവുകൾ കയറുകയാണ് പയ്യൻ കഥകളിൽ. പയ്യൻ്റെ ആദ്യത്തെ പുസ്തകമായ അതായത് ആരോഹണം എന്ന പുസ്തകത്തിൽ പയ്യൻ ഡൽഹിയിൽ വന്ന് അവിടെ പതിയെ ഡൽഹി സൊസൈറ്റിയിലെ വളരെ പ്രബലരായ പലരെയും പരിചയപ്പെടുകയും തൻ്റെ പേഴ്സണാലിറ്റിയുടെ